ऐसे माफ करके माननीय प्रधानमंत्री जी का फोटो लाया है, ये बहुत ही खंडनार्ह है सर। आई स्ट्रांगली कंडेम दिस। जिन लोगों को जनता ने अभी अभी जो चुनाव हुआ इसमें इनका जो स्थिति क्या है उनको पता चल गया है। इनको जनता ने पूरा सबक सिखाया है। ये तो हारने का जो डेस्परेशन है, ऐसे माननीय प्रधानमंत्री जी का, मोदी जी का ये फोटो मार्क करके ऐसे अपमान कर रहे हैं। लोग इसको सबक सिखाया है। जो लोग हारे हैं चुनाव में, जो बुरी तरह से हार गए हैं, वो लोग ऐसे व्यवहार कर रहे हैं। ये जो जनता ने, भारत के जनता ने माननीय प्रधानमंत्री जी का नेतृत्व को स्वीकारा है। ऐसे व्यवहार करने से अभी जो इधर उधर चुन के आ रहा है 2-3 राज्य में, उस राज्यों से भी इन लोगों को फेंक देते हैं सर। ये जो कर रहे हैं, ऐसे जो मार फोटो ला रहा है, ये तो मैं पूरा खंडन करता हूँ। पूरा सदन इसको खंडन करते हैं सर। तो और मैं आपसे रिक्वेस्ट करता हूँ, जो ऐसे फोटो लाया है उन लोगों से कार्रवाई होना चाहिए सर। मान्य सदस्य प्लीज आसन में विराजें, प्रश्नकाल चलने दें। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है। ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഒറ്റയടിക്ക് 78 വരെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം സഭയിൽ രേഖപ്പെടുത്തിയത്. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്താണ് വിശദാംശങ്ങൾ? വേണു, വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്നും നമുക്ക് ലോക്സഭയിൽ കാണാനായിട്ട് സാധിച്ചത്. ലോക്സഭ ഇപ്പോൾ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. 12 മണിവരെയാണ് സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പീക്കറുടെ റൂളിംഗ് ആണ്. സ്പീക്കർ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇപ്പോഴത്തെ ഈ നടക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് വ്യക്തമാക്കി. സഭാ നടപടികൾക്കോ സഭാ മാന്യതയ്ക്കോ ഒരു തരത്തിലും യോജിക്കുന്നതല്ല ഈ പ്രതിഷേധം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വിധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു സഭയിൽ സ്പീക്കർ വ്യക്തമാക്കിയത്. ഭരണപക്ഷമാകട്ടെ, ഒപ്പം പാർലമെന്ററി കാര്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രമടക്കം കീറിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നടന്നിരിക്കുന്നത്. ഇത് അംഗീകരിക്കുന്നതോ സഭാമര്യാദകൾക്ക് ചേർന്നതോ അല്ല. 3 സംസ്ഥാനങ്ങളിൽ ഉണ്ടായ കനത്ത തിരിച്ചടി, ആ തിരിച്ചടിയെ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഉചിതമല്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. പക്ഷേ ഈ ആരോപണങ്ങൾക്കോ അഥവാ സ്പീക്കറിന്റെ റൂളിങ്ങിനോ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ ശമിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. തുടർന്ന് സഭാ നടപടികൾ പ്രക്ഷുബ്ധമാവുകയായിരുന്നു. ഈ സഭാ നടപടികൾ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ 12 മണിവരെ ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നേരത്തെ ഈ സഭ സമ്മേളിക്കുന്നതിന് മുൻപ് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും രാഹുൽ ഗാന്ധിയും ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുത്ത വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷം സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ രാജ്യസഭാ നടപടികളും ഏതാണ്ട് പ്രതിഷേധത്തിലേക്ക് വളരെ ശക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ട്രഷറി ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടെങ്കിലും പ്രതിപക്ഷ നിരയിൽ നിന്ന് വളരെ ആയിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യം രാജ്യസഭയിൽ നമുക്ക് കാണാൻ പറ്റുന്നു. വേണു, രാധാകൃഷ്ണൻ, വീണ്ടും സഭ എന്തായാലും 12 മണിക്ക് ചേരുമ്പോൾ ഇന്നലെ കണ്ടതുപോലെ തുടർന്നും സ്തംഭിപ്പിക്കുക, ഒടുവിൽ കൂടുതൽ സസ്പെൻഷൻ നടപടികളിലേക്ക് കടക്കുക, ഇതാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ആണ് വേണു. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു വിധത്തിലുള്ള സന്ധിയും സർക്കാരിനോട് ഈ വിഷയത്തിൽ ചെയ്യേണ്ട എന്ന തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 22-ാം തീയതി വരെ മാത്രമേ ഈ സമ്മേളനം ഉള്ളൂ. സർക്കാരിനെ സംബന്ധിച്ച് നിരവധി ബില്ലുകൾ പാസ്സാക്കാനുണ്ട്. മേശപ്പുറത്തിരിക്കുന്ന ബില്ലുകളിൽ പ്രധാനപ്പെട്ടവയടക്കം പാസ്സാക്കാൻ സാധിച്ചില്ലെങ്കിൽ വരുന്ന ബഡ്ജറ്റ് സമ്മേളനം സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. നമുക്കറിയാവുന്നതുപോലെ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഉള്ള സമ്മേളനം എന്ന രീതിയിൽ ഒരുപക്ഷെ സമ്പൂർണ്ണ ബഡ്ജറ്റിന് പോലും സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ആ സമ്മേളന കാലയളവ് നയപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒപ്പം മറ്റു നടപടികൾ പൂർത്തിയാക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിയമനിർമ്മാണ അജണ്ടകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളന കാലയളവ് എന്ന് പറയുന്നത് ഈ വിന്റർ സെഷനാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയാക്കുക, വളരെ വേഗത്തിൽ നടത്തുക എന്ന ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അതിന് തിരിച്ചടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിക്കുന്ന സമീപനം. പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യമേ ഇല്ലാതെ
ബില്ലുകൾ പാസ്സാകുന്ന വിധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്ന ഘടകമായിട്ട് മാറും. അതിന് പക്ഷേ ഭരണപക്ഷം തയ്യാറല്ല. ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന BJPയുടെ നേതൃയോഗവും ഇതടക്കമുള്ള വിഷയങ്ങൾ പരിഗണിച്ചിരുന്നു. വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് പറയുമ്പോഴും നിലവിൽ പാർലമെന്റിൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അത് വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നടക്കം ആ പ്രതിഷേധത്തിനോട് അനുകൂലമാകുന്ന സമീപനമുണ്ട് എന്ന വിലയിരുത്തൽ തോന്നുന്ന വിധത്തിലുള്ള ചില പ്രതികരണങ്ങളും ആ യോഗത്തിൽ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സഭാ നടപടികൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുക എന്ന ഒരു നിലപാടിൽ തന്നെ പ്രതിപക്ഷം നിൽക്കുന്നു. രാജ്യസഭാ നടപടികളും അതിന് സമാനമാകുന്ന രീതിയിൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേണു രാധാകൃഷ്ണൻ, ഈ രൂപത്തിലുള്ള നടപടികൾ തുടരുക തന്നെയാകും സഭയിൽ സംഭവിക്കുക എങ്കിൽ എന്താണ് പിന്നെ പ്രതിപക്ഷ കക്ഷികളുടെ ഭാവി തന്ത്രങ്ങൾ? വേണു, ഇന്ന് അകത്തും പുറത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ വ്യാപിപ്പിക്കുക എന്ന തീരുമാനം ഇന്ത്യ സഖ്യം ഇതിനകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും ഇന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനവും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സഭാ നടപടികൾ 22-ാം തീയതി വരെ സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തുടർന്ന് പാർലമെന്റിന് പുറത്ത് ഈ വിഷയം രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ചില വെല്ലുവിളികൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനടക്കം EDയുടെ നോട്ടീസ് ഈ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം എന്ന രീതിയിൽ തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം. 21-ാം തീയതി അദ്ദേഹം ഹാജരാകണം, 22-ാം തീയതി സമ്മേളനം അവസാനിക്കുകയാണ്. അങ്ങനെയുള്ള നിർദ്ദേശം അടക്കം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ഭരണപക്ഷത്തെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. പ്രതിപക്ഷത്തിന് ഇപ്പോൾ സഭയിൽ ലഭിച്ചിട്ടുള്ള രാഷ്ട്രീയ ഉണർവ് അത് പുറത്തേക്ക് എത്തിക്കുവാനും വലിയ രീതിയിൽ അത് വ്യാപിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും അവർ ഉണ്ടാവുക. ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നടക്കുമ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും. വിശദമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തങ്ങൾ ഉണ്ടാക്കും എന്നാണ് മുതിർന്ന ചില ഇന്ത്യ സഖ്യം നേതാക്കന്മാർ അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളും അവർ വൈകിട്ടോടുകൂടി വ്യക്തമാക്കുകയും ചെയ്യും. വേണം രാധാകൃഷ്ണൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ പല തവണ സഭ സ്തംഭിച്ചു, എന്നാൽ ശബ്ദ വോട്ടോടെ ബില്ലുകൾ പാസ്സാക്കുകയായിരുന്നു. ആ നടപടികളിലേക്ക് ഭരണപക്ഷം കടക്കുമെന്നാണോ? വേണു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഡ്ജറ്റ് സമ്മേളനം വരെ കാത്തിരിക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് നടത്തുന്ന വലിയൊരു ആത്മഹത്യയാണ് എന്ന വിലയിരുത്തലാണ് അവർ തന്നെ നടത്തിയിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മേശപ്പുറത്തുള്ള ബില്ലുകളിൽ ഭൂരിപക്ഷവും പാസ്സാക്കുക എന്ന ഒരു തന്ത്രത്തിലേക്ക് തന്നെ ഭരണപക്ഷം നിലയുറപ്പിക്കും. ഒരുപക്ഷെ ഈ പ്രതിപക്ഷ നിരയുടെ സാന്നിധ്യമില്ലെങ്കിലും ട്രഷറി ബെഞ്ചിന്റെ ഭൂരിപക്ഷം രേഖപ്പെടുത്തിക്കൊണ്ട് ആ ബില്ലുകൾ പാസ്സാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു സമീപനമായിരിക്കും പ്രധാനപ്പെട്ടതായി ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് 2 ചെയറുകളിൽ നിന്നും നേരത്തെ സ്പീക്കറുടെ ഭാഗത്തു നിന്ന് വന്ന റൂളിംഗ് ആണെങ്കിലും ശരി, ഇപ്പോൾ രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതി കൂടിയായിട്ടുള്ള ജഗ്ദീപ് ധൻഖാറിന്റെ ഭാഗത്തു നിന്ന് ഉള്ള നിലപാടാണെങ്കിലും ശരി, സഭാ നടപടികൾ നിയമനിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതിഷേധം കൊണ്ട് സ്തംഭിക്കരുത് എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. നിലവിലുള്ള അവസ്ഥയിൽ തങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികളെ അടക്കം ന്യായീകരിച്ചുകൊണ്ടാണ് 2 ചെയറുകളും ഈ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയാക്കും എന്ന ഒരു വ്യക്തത ഇതിൽ നിന്ന്, ഈ നിലപാടുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയുള്ള 3 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സമീപനങ്ങൾ, ആ സമീപനങ്ങളിൽ സഭാ നടപടികളെ പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാതെ അതിന് പറ്റുന്ന വിധത്തിൽ പ്രതിപക്ഷത്തെ നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന തന്ത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.